എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ വളരെയധികം പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവുകയാണോ? അപ്പോൾ ആ ഒരു ശ്രമം സക്സസ്ഫുള്ളി ആവാനായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. 3 കാർഡുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സായിട്ടാണ് കണക്റ്റ് ആവുന്നതെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ കാർഡ്. അപ്പോൾ ഈ 3 കാർഡ്സിൻ്റെയും റീഡിങ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് ദ സ്റ്റാറാണ്. ഈ കാർഡിൽ പറയുന്നത് പ്രതീക്ഷയുടെ തുടക്കം, നല്ലൊരു പ്രതീക്ഷയുടെ തുടക്കം. ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ആത്മവിശ്വാസം കൈവിടരുത്. അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ യാഥാർത്ഥ്യമാകാനുള്ള നല്ലൊരു സാധ്യത ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. ബന്ധങ്ങളിലുള്ള സമാധാനവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പഴയ മുറിവുകൾ കാര്യങ്ങളെല്ലാം ഉണങ്ങി നല്ല രീതിയിൽ പുതിയൊരു പ്രതീക്ഷ വരികയും നല്ലപോലെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ തേടുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ബന്ധം തുടങ്ങാനും നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കും ഒരു കാര്യം തുടങ്ങണം, ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം, വീട്ടിൽ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങണം എന്ന് നിങ്ങൾ നല്ല രീതിയിൽ ആത്മവിശ്വാസം എടുത്ത് വീട്ടിൽ പറയാം, നല്ലൊരു ഫ്രണ്ടിനോട് പറയാം, നല്ലൊരു കസിനോട് പറയാം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തീരുമാനം നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസസ് ഇല്ല. നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ആദ്യം തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല രീതിയിൽ കംഫർട്ടാണ്, നല്ല രീതിയിൽ സമാധാനമുണ്ട്, നല്ല രീതിയിൽ വിശ്വാസമുണ്ട്, നല്ല സഹകരണ മനോഭാവമുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വലിയൊരു തീരുമാനം എടുക്കുക. അതിന് ആ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സംതൃപ്തി കൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് വൈകുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും അത് മാച്ച് ആവുന്നില്ല, അത് കറക്റ്റ് ആവുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ക്ഷമ കൊടുക്കുക. ആ ക്ഷമ കൊടുത്തതിന് ശേഷം അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അത് കറക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ നല്ല തീരുമാനത്തിലേക്ക് എത്തുക. ചിലർക്ക് ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോരോ ചേഞ്ചസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെ നന്നായി കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി പ്രൊസീഡ് ചെയ്യാനുള്ളൊരു അറ്റത്താണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് പറഞ്ഞ് ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. തെറ്റിപ്പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്ന ഒരാളാണെന്നെങ്കിൽ, വെറുതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തണമെന്നല്ല പറയുന്നത്. പറയുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ മെർജ് ആവുന്നുണ്ട്, നല്ലപോലെ ജെല്ലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്വയം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു പക്വതയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു പണം, അതിനുള്ളൊരു സൗകര്യം ഇതെല്ലാം നിങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം, മനസ്സമാധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നൊരു കാർഡാണ്. കണക്റ്റ് ആവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് സ്വേർഡ്സ് ആണ്. ഇതിലെന്ന് പറയുന്നത് വളരെയധികം ആശയക്കുഴപ്പത്തോടുകൂടി നിങ്ങൾ ഒരുപാട് നാളുകൾ ഇരിക്കുന്നുണ്ട്. ഒരു പ്രയാസകരമായിട്ടുള്ള ഘട്ടം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. പഴയ മുറിവുകളിൽ എല്ലാം ഉണങ്ങി സുഖം പ്രാപിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മനസ്സിലെ ഭാരങ്ങളെല്ലാം കുറഞ്ഞു വന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു സുഖമായിട്ടുള്ളൊരു ഉറക്കം, സമാധാനമായിട്ടുള്ള ഒരു കാപ്പി കുടി, ഇങ്ങനത്തെ രീതിയിലേക്കൊക്കെ ലൈഫ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ആലോചിച്ച് എടുത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ തീരുമാനങ്ങളുണ്ട്. നേരത്തെ കാർഡിൽ ഞാൻ പറഞ്ഞു പ്രതീക്ഷ കൈവിടിയരുത്. ഒരുപാട് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ പറഞ്ഞു. കണക്റ്റ് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിലേക്ക് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷ കൈവിടിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ
കണക്റ്റായി നിൽക്കുന്നവർക്ക് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം വളരെയധികം കണക്റ്റായി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം മനസ്സിൽ തുറന്ന് പറയണോ വേണ്ടയോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്ന ആ ഒരു കാര്യം വളരെയധികം സ്മൂത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്നുണ്ട്. ബന്ധത്തിൽ വീണ്ടും പ്രതീക്ഷയും നല്ല രീതിയിലുള്ള ആശ്വാസവും വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് നല്ല രീതിയിൽ പരിഹാരങ്ങളെല്ലാം കണ്ടെത്തി, പഴയ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി നല്ല രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ നല്ലതെന്ന് ഒരുപാട് വട്ടം പറയുന്നത് അത്രയും ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സക്സസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങായിക്കോട്ടെ, അല്ലെങ്കിൽ മധുരം വെപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ റിസപ്ഷൻ ആയിക്കോട്ടെ, രജിസ്റ്റർ മാരേജ് ആയിക്കോട്ടെ, ഡ്രസ്സ് എടുക്കാൻ പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതായിക്കോട്ടെ, ഭയങ്കര ഗ്രാൻഡായിരിക്കും. നിങ്ങളതൊരു വീഡിയോ എടുത്ത് നിങ്ങൾ റീലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതായിരിക്കും ട്രെൻഡ്. അതിന് നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം, അതിന് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അതിന് നിങ്ങൾക്ക് കിട്ടുന്നൊരു വ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യൂസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് 1 മില്യൺ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നല്ല പറയുന്നത്. എല്ലാവരുടെയും അംഗീകാരം, എല്ലാവരുടെയും സപ്പോർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കധികം നല്ലൊരു തീരുമാനത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയപ്പെട്ട പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്ന പോലെ ഒന്നും ഉണ്ടാവണമെന്നില്ല. പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അതൊന്നും ഗുരുതരമായിരിക്കണമെന്നില്ല. പക്ഷേ ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നിലേക്ക് വന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാനുള്ള ചാൻസസ് കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. നല്ല രീതിയിൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ഉണരുന്നത്. ഓരോ ദിവസവും നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുക. നെഗറ്റീവ് ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻസ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ഒരു കോഫി കുടിക്കാൻ പോയ അനുഭവം എന്താണ്, ഒരു ഡ്രസ്സ് എടുക്കാൻ പോയ അനുഭവം എന്താണ്, ഒരു ടെമ്പിളിൽ പോയ അനുഭവം എന്താണ്, ഒരു യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്, ഇതെല്ലാം നിങ്ങളായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന കെയറിങ്, അവിടെ നിന്ന് കിട്ടുന്ന സന്തോഷം, അവിടെ നിന്ന് കിട്ടുന്ന വേദനകൾ, അവിടെ നിന്ന് കിട്ടുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, സപ്പോർട്ടിങ് എല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സോ നിങ്ങളാണ് ഒരു തീരുമാനത്തിലെത്തേണ്ടത്. ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ ആ ദേഷ്യത്തിനപ്പുറത്ത് ഒരുപാട് കെയറിങ്ങുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രീവിയസ് അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു തീരുമാനിച്ച കാര്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് നടക്കട്ടെ ലൈഫിൽ. നിങ്ങൾ നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് നാൾ ആലോചിച്ചിട്ടെടുത്തതാണ്. നിങ്ങളിലേക്ക് അത് നല്ല രീതിയിൽ തന്നെ കണക്റ്റായി വരും കേട്ടോ. ഈ കാർഡുമായിട്ട് കണക്റ്റ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ കാർഡ് നോക്കാം. നമുക്ക് ഇതിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കൊന്നും ചിലർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ കാര്യത്തെ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ തന്നെ തുടർന്ന് വിശ്വസിച്ച് നിങ്ങളതിലൊരു ക്ലാരിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. എടുത്ത് ചാടരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ പൂർണ്ണമായിട്ടും വെളിപ്പെടാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു തരത്തിലും ക്ലാരിറ്റി കിട്ടാത്ത കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടാനുള്ള കുറച്ച് സമയം, കുറച്ച് സാവകാശം നിങ്ങൾ കൊടുക്കണം. കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, പല രഹസ്യങ്ങളും കണ്ടിട്ടുണ്ട്, പല രഹസ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രഹസ്യങ്ങളായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷെ അതൊക്കെ വെളിപ്പെട്ട് വരാനായിട്ട്, അതൊക്കെ വെളിച്ചത്ത് വരാനായിട്ട്, അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടി നിങ്ങൾ കൊടുക്കണം. ചിലർക്ക് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് നമുക്കിതിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആഴത്തിലുള്ള വികാരങ്ങളായിരിക്കും നിങ്ങൾ, വളരെയധികം ബോണ്ടിങ്ങുള്ള ആൾക്കാരായിരിക്കും, വളരെയധികം കാലമായിട്ട് നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ അകന്നു കഴിയുന്നവരായിരിക്കാം, അതിൻ്റെ തെറ്റിദ്ധാരണകളുണ്ടായിരിക്കാം. എന്നും കാണാൻ പറ്റാത്തവരായിരിക്കാം, അതിൻ്റെ തെറ്റിദ്ധാരണകളുണ്ടായിരിക്കാം. മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് കോൾ ബിസി ആകുമ്പോൾ, അല്ലെങ്കിൽ മെസ്സേജ് കിട്ടാതിരിക്കുന്ന സമയത്ത്, നിങ്ങളെ കാണാൻ വരാതിരിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ നിങ്ങൾ ഡൗട്ട് അടിച്ച് പോകുന്നുണ്ട്.
അപ്പോൾ അതിലൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തണം, ഒരു തീരുമാനത്തിലെത്തണം, നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യണം. അതിൻ്റെ സത്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളതിന് ഒരു ടൈം പീരീഡ് കൊടുക്കണം. അതാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. കാരണം കുറച്ച് വികാരം ഉള്ള കൂട്ടത്തിലാണ്, പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കാനും ക്ഷമയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ വികാരങ്ങൾ എതിരെ നിൽക്കുന്ന ആൾ ആ സമയത്ത് തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതിനിത്തിരി ടൈം കൊടുക്കണം, ടൈം കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതാണ് ഈ ഒരു കാർഡിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളോടായിട്ട് കണക്റ്റ് ആവുന്നില്ല, നിങ്ങളായിട്ടൊന്ന് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക. ആ ടൈം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വെളിച്ചപ്പെടാനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക. അതിനുശേഷം നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. കാരണം എന്തായാലും നിങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം, ആ ഒരു തെറ്റിദ്ധാരണ, അതെന്തായാലും ഇപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം ചിലരുടെ കാര്യത്തിൽ സത്യമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു രഹസ്യം, ആ ഒരു മറ നീക്കി പുറത്തേക്ക് വരാനുള്ള ടൈമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര നാൾ ക്ഷമിച്ച് നിങ്ങൾക്ക് കുറച്ച് നാളും കൂടി ക്ഷമിച്ച് കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നല്ലൊരു ലൈഫിലേക്ക് മുന്നിലേക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.